കർത്തൃദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചന പ്രദീപത്തിലൂടെ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം 33 അധ്യായം 12 വാക്യമാണ്. ബെന്യാമിനെ കുറിച്ച് മോശ പറയുന്ന വാക്കുകളാണിത്. അവനെ യഹോവയ്ക്ക് പ്രിയൻ, തൽ സന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവൻ്റെ ഗിരികളുടെ മധ്യയെ അധിവസിക്കുന്നു. ബെന്യാമിൻ യാക്കോബിൻ്റെ ഇഷ്ടഭാര്യയായ റാഹേലിന് ജനിച്ച മകനാണ്. ബെന്യാമിൻ്റെ ജനനത്തോടുകൂടെ റാഹേൽ മരിക്കുന്നതായി ഉൽപ്പത്തി 35:17 നാം വായിക്കുന്നു. ഒരു മരണവും അപ്പോൾ തന്നെ ഒരു ജീവനും ഒരേ സമയത്ത് സംഭവിക്കുന്നു. മരണസമയത്ത് റാഹേൽ അവന് ബെനോനി അഥവാ ദുഃഖപുത്രൻ എന്ന് പേരിട്ടുവെങ്കിലും യാക്കോബ് അത് തിരുത്തി ബെന്യാമീൻ എന്ന് പേർ വിളിച്ചു. അതിന് വലങ്കയുടെ പുത്രൻ എന്നർത്ഥം. മോശ ബെന്യാമിനെ അനുഗ്രഹിക്കുമ്പോൾ അവനെ യഹോവയ്ക്ക് പ്രിയനെന്നും ദൈവസന്നിധിയിൽ നിർഭയം വസിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നതായി നാം കാണുന്നു. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിലും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണിത്. എങ്ങനെയാണ് ഒരു വ്യക്തി യഹോവയ്ക്ക് പ്രിയനാകുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ ദൈവത്തിന് പ്രിയനാകാൻ കഴിയൂ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് തൻ്റെ ഏകജാതനായ പുത്രനെ കുറിച്ച് മാത്രമാണ്. കർത്താവ് ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളയുന്നതായിരുന്നു. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഒരു പിതാവും തൻ്റെ പുത്രനെ തകർത്ത് കളയുവാൻ താല്പര്യപ്പെടുകയില്ല. എന്നാൽ സ്വന്തം പുത്രൻ ക്രൂശിൽ തകർക്കപ്പെട്ടാലും അതിലൂടെ മനുഷ്യവർഗത്തിന് വരുന്ന നന്മയോർക്കുമ്പോൾ പിതാവ് അത് ചെയ്യുവാൻ നിർബന്ധിതനായി. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഒരു വ്യക്തി സകല ജനത്തിനും വേണ്ടി മരിക്കുക, അതും സാധാരണ മരണമല്ല, ഏറ്റവും നിന്ദ്യവും ശാപകരവുമായ മരണം. അത് സ്വമനസ്സോടെ ഏറ്റുവാങ്ങുകയും ക്രൂശിൽ മരിക്കുവാൻ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ചു. അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുമ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം ലഭിച്ചത്. യെശയ്യാവ് 42:1 ഈ കാര്യത്തെക്കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. അതേ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പിതാവാം ദൈവത്തിന് പ്രിയനായിരുന്നവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീരുവാൻ പ്രസാദിച്ചു. നമ്മെ ദൈവത്തിൻ്റെ പ്രിയമക്കളാക്കി തീർക്കുവാൻ ആ നിലയിൽ ദൈവം നമ്മിൽ പ്രസാദിച്ചു. നമുക്കും ദൈവത്തിന് പ്രിയരായി തീരുവാൻ കഴിയും. നാം ആരും സ്വതവേ ദൈവത്തിന് പ്രിയരായിരുന്നില്ല. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരും അനുസരണക്കേടിൻ്റെ മക്കളും ദൈവത്തെ കോപിപ്പിച്ചവരുമായിരുന്നു. അതിനാൽ നാം ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. എന്നാൽ നമ്മെ ദൈവത്തിന് പ്രിയരും പ്രയോജനമുള്ളവരുമാക്കി തീർക്കുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ചു. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയെന്ന് 16 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്തെന്ന് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എത്രയെന്ന് കർത്താവ് മറുപടി പറഞ്ഞു. നാം ദൈവത്തിന് പ്രിയരാകുവാൻ ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന് പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിച്ച് നമുക്ക് വലിയ രക്ഷ ഒരുക്കി തന്ന യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നാം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുന്നു. ദൈവമക്കൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അനുസരണക്കേടിൻ്റെ മക്കളെന്നോ പിശാചിൻ്റെ മക്കളെന്നോ അറിയപ്പെട്ടിരുന്ന നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഈ കർത്തൃദിവസത്തിൽ നമ്മെ ദൈവമക്കളും ദൈവത്തിന് പ്രിയരുമാക്കി തീർത്ത ദൈവസ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിനായി പിതാവിൻ്റെ മടിയിരുന്ന പിതാവിൻ്റെ പ്രമോദമായിരുന്ന പ്രിയപുത്രനെ ക്രൂശിൽ തകർത്ത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാ മഹത്വവും നമ്മുടെ കർത്താവിനെ അർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾ ദൈവത്തിന് പ്രിയരല്ലായിരുന്നു കർത്താവേ. ഞങ്ങൾ പാപികളും അശുദ്ധരുമായിരുന്നു, ദൈവത്തെ കോപിപ്പിച്ചവരായിരുന്നു, അനുസരണക്കേടിൻ്റെ മക്കളായിരുന്നു, പിശാചിൻ്റെ സന്തതികളായിരുന്നു. എന്നാൽ ഞങ്ങളെ പ്രിയരാക്കി തീർക്കുവാൻ, ദൈവത്തിൻ്റെ പ്രിയമക്കളാക്കി തീർക്കുവാൻ, അങ്ങയുടെ ഏകജാതനായ പ്രിയപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കുവാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നിയല്ലോ. ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. വരും ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങേക്ക് പ്രിയമുള്ളവരായി, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവരായി തീരുവാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.